റഷ്യയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഉക്രൈൻ സൈന്യം കടന്നത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലോൻസ്കിക്ക് ഓർമ്മയുള്ളൂ. ഉക്രൈനിലെ ഏറ്റവും വലിയ സൈനിക ശക്തി കേന്ദ്രമായ പോക്രോവ്സ്കി നഗരത്തിലേക്ക് റഷ്യൻ ചെമ്പട ഇരച്ചു കയറുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നഗരം റഷ്യൻ സൈന്യം പിടിച്ചെടുത്താൽ ഉക്രൈന് അവരുടെ സൈനിക മേധാവിത്വം നഷ്ടപ്പെടാനും അതുവഴി റഷ്യ കൂടുതൽ മുന്നേറ്റങ്ങൾ ഉക്രൈനിൽ സൃഷ്ടിച്ചേക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. ഒരു ഭാഗത്ത് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടുമെന്ന ഭീതി പരക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ സംഘർഷവും കനക്കുകയാണ്. ഇത് പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പുറത്തു കൊണ്ടുവരുന്നില്ല എന്ന് മാത്രം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഉക്രൈനിലെ ഒരു ബറ്റാലിയൻ സേന അമേരിക്കൻ ആയുധങ്ങളുമായി റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറിയതും റഷ്യയുടെ തന്ത്രപ്രധാനമായ രാസകേന്ദ്രം പിടിച്ചെടുത്തതും എല്ലാം. ഈ സൈന്യം പതിയെ മോസ്കോ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്നാണ് ഉക്രൈനിന്റെ വാദം. എന്നാൽ റഷ്യ അത് നിഷേധിച്ചിട്ടുണ്ട്. ഇവർക്കെതിരായ മുന്നേറ്റങ്ങൾ തുടരുകയാണ് എന്നും റഷ്യ വ്യക്തമാക്കി. ഇതിനിടെ കഴിഞ്ഞ ദിവസം റഷ്യൻ നഗരമായ ഡോണെറ്റ്സ്കിലെ ഒരു ഷോപ്പിംഗ് മാളിൽ ഉക്രൈൻ സൈന്യം ഒരു ഷെല്ലാക്രമണം നടത്തുകയും ആ ഷോപ്പിംഗ് മാൾ പൂർണ്ണമായും ചുട്ടെരിക്കുകയും ചെയ്ത സംഭവമുണ്ടായി. ഇതിന് പ്രതികാരമെന്നോണം റഷ്യ ഉക്രൈൻ അതിർത്തിയിലെ അമേരിക്കൻ സാങ്കേതിക മികവുള്ള മിസൈൽ പ്രതിരോധ സിസ്റ്റങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ച് ഉക്രൈൻ അധിനിവേശം ഒരു യുദ്ധമായി അവർ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉക്രൈൻ നടത്തുന്ന ചെറിയ ആക്രമണങ്ങളെ ഉക്രൈൻ്റെ സൈനിക കേന്ദ്രങ്ങളെയും ആയുധ സംവിധാനങ്ങളെയും ഒക്കെ ആക്രമിച്ചാണ് റഷ്യ പകരം വീട്ടുന്നത്. ഉക്രൈൻ ജനതയെ റഷ്യൻ ജനത പോലെ തന്നെയാണ് റഷ്യ കണക്കാക്കുന്നത്. അഥവാ പഴയ സോവിയറ്റ് രാജ്യത്തെ പൗരന്മാരെ പോലെയാണ് റഷ്യ കരുതുന്നത്. അവർക്ക് പരമാവധി പരിക്കുണ്ടാക്കാതിരിക്കാനാണ് സൈന്യത്തിനുള്ള നിർദ്ദേശവും. എന്നാൽ ഉക്രൈനിൽ ധാരാളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതും കൂട്ടി വായിക്കണം. എന്നാൽ നേരെ മറിച്ച് ഉക്രൈൻ ആക്രമിക്കുന്നതെല്ലാം റഷ്യയിലെ സാധാരണക്കാരെയാണ്. സാധാരണക്കാരെ ആക്രമിക്കുന്ന വശം സാധാരണക്കാർ സമാധാനം നഷ്ടപ്പെട്ട് റഷ്യക്കെതിരെ തിരിയണം എന്നതാണ് അവരുടെ യുദ്ധതന്ത്രം. കഴിഞ്ഞ ദിവസം തകർത്ത ഷോപ്പിംഗ് മാൾ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടെന്നും 11ഓളം പേർക്ക് പരിക്കേറ്റ് എന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇതേ സമയം തന്നെ ഉക്രൈനിനുള്ളിൽ റഷ്യ കൂടുതൽ ആക്രമണവും ശക്തമായി മുന്നേറുകയാണ്. റഷ്യക്കുള്ളിൽ ആക്രമണം നടത്താൻ ഉക്രൈന് അമേരിക്ക നൽകിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുവാനുള്ള അനുമതി വേണമെന്ന് അമേരിക്കയോട് ഉക്രൈൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉക്രൈനിയൻ സൈന്യത്തെ ഈ മിസൈൽ ഉപയോഗിക്കാൻ അമേരിക്ക ഉപയോഗിച്ചില്ല എന്നതാണ് പെന്റഗൺ ഡെപ്യൂട്ടി വക്താവ് സബ്രീന സിംഗ് വ്യാഴാഴ്ച വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അമേരിക്ക ഇതിന് വിസമ്മതിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. റഷ്യയിൽ പതിയുന്ന ഏതെങ്കിലും ആയുധം ഏത് രാജ്യത്തിൻ്റെയാണോ ആ രാജ്യത്തിനെതിരെ തങ്ങൾ തിരിയും എന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉക്രൈന് ഉപയോഗിക്കാൻ അമേരിക്ക ഇപ്പോൾ അനുവദിച്ചിട്ടുമില്ല. ബ്രിട്ടീഷ് നിർമ്മിത ദീർഘദൂര ലോഞ്ചറുകൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ബ്രിട്ടനും ഉക്രൈനെ വിലക്കിയിട്ടുണ്ട്. അതേസമയം കിഴക്കൻ ഉക്രൈനിലെ പ്രോവാക്സി നഗരത്തിന് നേരെ റഷ്യ രൂക്ഷമായ ആക്രമണമാണ് തുടരുന്നത് എന്നും നഗരം ഏകദേശം പിടിച്ചെടുക്കുന്ന ഒരു ഘട്ടം എത്തി എന്നുമൊക്കെയാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യൻ സൈന്യം അതിവേഗത്തിലാണ് പ്രദേശം കീഴടക്കുന്നതെന്നും സിവിലിയന്മാരോട് ഒഴിഞ്ഞു പോവാൻ ഉക്രൈൻ നിർദ്ദേശിച്ചതായുമുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഉക്രൈനിലെ പ്രധാന പ്രതിരോധ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പോക്രോവ്സ്ക്. കിഴക്കൻ ഡാനെറ്റ്സ് മേഖലയിലെ പ്രധാന ലോജിസ്റ്റിക് കേന്ദ്രം കൂടിയാണ് ഇത്. ഇത് പിടിച്ചെടുക്കുന്നത് ഉക്രൈൻ്റെ പ്രതിരോധ ശേഷികളിലും മറ്റും വീഴ്ചകൾ ഉണ്ടാകും. അങ്ങനെ വന്നാൽ ഉക്രൈൻ പിടിച്ചെടുക്കുക റഷ്യയെ സംബന്ധിച്ച് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുകയും ചെയ്യും. അതേസമയം തന്നെ റഷ്യയിലെ കോക്സ് മേഖലയിലെ ചില പ്രദേശങ്ങളിൽ തങ്ങൾ മുന്നേറ്റം തുടരുകയാണ് എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലോൻസ്കിയും പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. റഷ്യക്കുള്ളിൽ കൂടുതൽ കടന്നുകയറ്റം നടത്തി ആക്രമണങ്ങൾ നടത്തുകയാണ് ഉക്രൈൻ പദ്ധതി. എന്നാൽ ഒരു യുദ്ധമായി ഈ നീക്കങ്ങളെ റഷ്യ വിശേഷിപ്പിച്ചാൽ ഉക്രൈന് വലിയ തിരിച്ചടികളും നഷ്ടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Waytonikah.com, the exclusive Muslim matrimonial site.